9 മാസത്തോളമായി കരക്കടുക്കാനാവാതെ ദുബായ് തീരത്ത് കുടുങ്ങിക്കിടക്കുന്ന 2 ഇന്ത്യൻ കപ്പലുകളിലെ 30ഓളം ജീവനക്കാരാണ് ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവുമില്ലാതെ നരകയാതന അനുഭവിക്കുന്നത്. AC പോലും ശരിയായി പ്രവർത്തിക്കാത്ത കപ്പലിൽ കൊടും ചൂടത്ത് കഴിയുന്ന ജീവനക്കാർ എങ്ങനെയെങ്കിലും പുറത്തെത്തിയാൽ മതിയെന്ന അവസ്ഥയിലാണ്. മുംബൈ ആസ്ഥാനമായ വരുൺ ഷിപ്പിംഗ് കമ്പനിയുടെ മഹർഷി ദേവത്രയ, മഹർഷി ഭാവത്രയ എന്നീ LPG വാഹക കപ്പലുകളാണ് ദുബായ് തീരത്തുനിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ടിരിക്കുന്നത്. അറ്റകുറ്റപ്പണിക്കായി ദുബായിലേക്ക് തിരിച്ച കപ്പലുകൾക്ക് ഡ്രൈഡോക്കിൽ പ്രവേശിക്കാനുള്ള അനുമതി കമ്പനിയുടെ അനാസ്ഥ മൂലം 2 തവണ റദ്ദായിരുന്നു. ജീവനക്കാർക്ക് വിസയില്ലാത്തതിനാൽ കരയിൽ ഇറങ്ങാനുമാവുന്നില്ല. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ദിനശൻ, എറണാകുളം കലൂർ സ്വദേശി ആൽഡ്രിൻ ആൻഡോ ഭാവത്രയിലും ലിജു ചാക്കോ, ബിജു എന്നിവർ ദേവത്രയിലുമുണ്ട്. 2013 ആഗസ്റ്റിലാണ് കപ്പൽ ദുബായ് തീരത്തെത്തിയത്. 2 വർഷത്തോളമായി അറ്റകുറ്റപ്പണിയൊന്നുമില്ലാതെ ദ്രവിച്ചു തുടങ്ങിയ കപ്പലിൽ ജീവൻ പണയം വെച്ചാണ് കഴിയുന്നതെന്ന് ജീവനക്കാർ പറയുന്നു. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും കപ്പലിലില്ല. ഓയിൽ പരുന്നൊഴുകുന്നതിനാൽ എഞ്ചിൻ റൂമിലേക്ക് അടുക്കാനാവാത്ത അവസ്ഥയാണുള്ളത്. കപ്പലിലെ 3 ജനറേറ്ററുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതും എപ്പോൾ വേണമെങ്കിലും നിലക്കാമെന്ന അവസ്ഥയിലുമാണ്. ഇങ്ങനെ ജീവന് തന്നെ ഭീഷണിയായ ഈ 30ഓളം തൊഴിലാളികൾ അധികൃതരുടെ നടപടിക്കായി കാത്തിരിക്കുകയാണ്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.